പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആളുകളുടെ കണ്ണിലേക്ക് നോക്കുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പല ആളുകൾക്ക് അറിയാൻ പാടില്ല. നമ്മളൊരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരിപ്പോൾ എത്ര സൗന്ദര്യമുള്ളതാണെങ്കിലും, എത്ര നിറമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര ആത്മവിശ്വാസമുള്ളവരാണെങ്കിലും, ബുദ്ധിയുള്ളവരാണെങ്കിലും അതിനെ നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റും. എനിക്ക് നിന്റെ മുമ്പിൽ ഭയമില്ല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, കാമാണ് എന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ജസ്റ്റ് ഒരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളൊരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ ഒരു നോട്ടം മാത്രമല്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആവേശം എന്ന് പറയുന്നത് പലപ്പോഴും ചിതറിപ്പോവും. ആത്മവിശ്വാസം, ബുദ്ധിയൊക്കെ അവകാശവാദങ്ങൾ അവിടെ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നോട്ടം എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളെ അസ്വസ്ഥരാക്കുന്നത്. നമ്മൾ തന്നെ ഒരാളുടെ കണ്ണിലോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭയം പോലും ചോർന്നു പോകും. പലപ്പോഴും ഈ പറയുന്ന അസൂയ, ദേഷ്യം എന്ന് പറയുന്നതൊക്കെ അവർക്ക് നമ്മളോട് പുറത്തെടുക്കാൻ പറ്റാതെ വരും. അസ്വസ്ഥത എന്ന് പറയുന്നത് പലപ്പോഴും സത്യം പുറത്തു വരുന്നതിന് മുമ്പുള്ള അവസാന പ്രതിരോധമായിട്ട് മാറിപ്പോകും. അപ്പോൾ ഈ പറയുന്ന ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളേക്കാൾ ശക്തമായിട്ട് അവരുടെ ഉള്ളിൽ തുളഞ്ഞു കയറും. അവരുടെ ശീലങ്ങളെ മറികടക്കും. ശീലങ്ങളെന്ന് പറയുന്നത് ചിലരൊക്കെ നുണ പറയുന്ന ആളുകളായിരിക്കും, ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് അഹങ്കാരമുള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈഗോ ഉള്ള വ്യക്തികളായിരിക്കും. ഈ പറയുന്ന ഈഗോയൊക്കെ നമുക്ക് ഈ പറയുന്ന നോട്ടത്തിലൂടെ തകർത്ത് കളയാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ മുഖം അഭിനയിച്ച് കാണിച്ചതും, വാക്കുകൾ കള്ളം പറഞ്ഞതും, പ്രവൃത്തികളിൽ നാടകം കളിച്ചതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, കണ്ണിൽ കൂടി വായിച്ചെടുക്കാൻ പറ്റും. കണ്ണുകൾക്കൊരിക്കലും മുഖം മൂടി അണിയാൻ പറ്റത്തില്ല. കണ്ണുകളെന്ന് പറയുന്നത് പലപ്പോഴും ആ വ്യക്തിയുടെ കണ്ണാടിയായിരിക്കും.